വൈപ്പിൻ ലൈറ്റ് ഹൗസിലേക്കുള്ള യാത്രയാണ് കേട്ടത്. നോക്കിയേ, ഹൈക്കോർട്ടിന്റെ അവിടെ വരച്ചു വെച്ചേക്കുന്ന ചിത്രമാണിത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നില്ല, ആ ജയിൽ ക്വാർട്ടേഴ്സിന്റെ അവിടെയാണത് വരച്ചു വെച്ചേക്കണേ. എല്ലാരും വന്ന് കാണട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. വൈപ്പിൻ ജെട്ടിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ പുതുവൈപ്പ് എന്നൊരു സ്ഥലത്താണ് വൈപ്പിൻ വിളക്കുമാടം അല്ലെങ്കിൽ വൈപ്പിൻ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 1979 നവംബർ 15 വൈപ്പിനിലുള്ള വിളക്കുമാടം പ്രവർത്തന സജ്ജമായെങ്കിലും കൊച്ചി വിളക്കുമാടത്തിന് വളരെ നീണ്ട ചരിത്രം പറയാനുണ്ട്. 1839 മുതൽ ഫോർട്ട് കൊച്ചിയിൽ നിലവിലുണ്ടായിരുന്ന വിളക്കുമാടമാണ് പിന്നീട് വൈപ്പിനിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഇത് വൈപ്പിനിലേക്ക് മാറ്റി സ്ഥാപിക്കാനുണ്ടായത്. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി ലൈറ്റ് ഹൗസ് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചു. അങ്ങോട്ട് പോണ വഴിക്ക് ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വഞ്ചി മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിൽ കണ്ടു കേട്ടോ. അത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. അത് റീസ്റ്റോറേഷൻ ചെയ്ത് വാർണിഷൊക്കെ അടിച്ച് പെയിന്റ് അടിച്ച് അത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്ര ഗാലറി പോലത്തെ സ്പേസിലൊക്കെ ഒരു എക്സിബിഷനൊക്കെ വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ റീസ്റ്റോറേഷൻ ചെയ്ത് വെക്കാൻ പറ്റിയതെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു. അങ്ങനെ നെഞ്ചും തിരിച്ചു നിൽക്കുന്ന ആ ലൈറ്റ് ഹൗസിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വന്നു. ലൈറ്റ് ഹൗസിന്റെ പൊക്കം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള നമ്മളുടെ ബിൽഡിങ്ങുകൾ, എറണാകുളത്ത് കാണുന്ന ഫ്ലാറ്റുകളുടെ പൊക്കം കമ്പയർ ചെയ്ത് ഒന്നും അല്ല കേട്ടോ. പക്ഷെ തീരദേശത്ത് നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്, തീരദേശത്ത് ഇതുപോലത്തെ ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങുകൾക്ക് പെർമിഷൻ കുറവാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ ഈ ഏരിയയിൽ അത്ര ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങുകൾ ഇല്ല. അങ്ങനെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഈ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവുക. അപ്പോൾ ക്യാമറയുടെ പൈസയും അതേപോലെ തന്നെ കുഞ്ഞുവിൻ്റെ പൈസയും എല്ലാ പൈസകളും അടച്ച് ഈ സാറിൻ്റെ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട്, ഈ സാറാണ് അവർ ടിക്കറ്റ് എടുത്ത് തന്നത്. കാരണം ഞങ്ങൾ ഇവിടെ ഗൂഗിൾ പേ ആക്സെപ്റ്റ് ആയിരുന്നില്ല. ഈ ചേച്ചിയാണ് നമുക്ക് ടിക്കറ്റ് തരുന്ന ചേച്ചി. ഈ നാട്ടുകാരിയാണെന്ന് തോന്നുന്നു. ഭയങ്കര നാണത്തോടെയാണ് ചേച്ചി നമ്മുടെ ക്യാമറക്ക് മുന്നിൽ വന്നത്. എന്തായാലും കുഞ്ഞു അത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുഞ്ഞുവിനെയും കാത്ത് അവിടെ നിന്നു. വേഗം ടിക്കറ്റ് കയ്യിലോട്ട് കിട്ടിയിട്ട് വേണം ഓടി മുകളിലോട്ട് കയറിയിട്ട് ഈ ആകാശ ദൃശ്യത്തിൽ ഈ വൈപ്പിൻ തുരുത്തും കൊച്ചിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. വാ കുഞ്ഞു. അങ്ങനെ വേഗം ഞാനും കുഞ്ഞു കൂടി മുകളിലോട്ട് കയറി. ഇത്തിരി ഇരുട്ടായിരുന്നു കേട്ടോ. കൊറിഡോഴ്സിൽ ലൈറ്റ്സ് ഒക്കെ കുറവാണ്. പക്ഷേ തിരക്കൊന്നുമില്ല. എനിക്ക് ആരും വരാൻ ഈ സമയത്തൊന്നും ആരും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരുവോളായിരിക്കും. കതച്ചു. അയ്യോ, കയറാൻ വെച്ചിട്ടെ ഇപ്പൊ നല്ല സുഖം കിട്ടാനുണ്ടാ? അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വൈപ്പിൻ നമ്മുടെ ലൈറ്റ് ഹൗസിലാണ്. ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പില് ഒരു ഗംഭീര വ്യൂ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടെ വന്നോട്ടോ. വന്നതിന്റെ ഒരു ഗംഭീര എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ഈ സമയത്ത് എന്താ പറയാ, പച്ചപ്പ് നിറഞ്ഞിരിക്കണം, നല്ല പട്ടിപ്പൻ സ്ഥലം. അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന് കാണണം. നമ്മൾ നേരത്തെ നിന്ന അതേ സ്ഥലം, നമ്മുടെ കൊച്ചി നഗരം ഏകദേശം മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിലാണ് ശരിക്കും ലൈറ്റ് ഹൗസ് നിൽക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഏകദേശം അങ്ങ് ദൂരെ നമ്മളിങ്ങനെ വരുന്ന നമ്മുടെ പാലാരിവട്ടം കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ മഴയും കോടയൊക്കെ കയറി നിൽക്കുന്നത് കൊണ്ട് ആ ഏരിയ കാണാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നോക്കിയേ, ഹൈക്കോർട്ട് വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ക്യാമറ അത്രയും സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അത്രയും ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നേരിട്ട് കണ്ണിൽ നമുക്ക് അത്രയും ദൂരെ വരെ നമുക്ക് കാണാം. അപ്പോൾ ആ വീടുകളൊക്കെ എന്ത് ചെറുതാണല്ലേ. അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കി. ഇതിന്റെ ഒരു ഭാഗത്ത് LNG ടെർമിനലിന്റെ ബിൽഡിങ്ങുകളും മറ്റേ ഭാഗത്തും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇതേപോലെ തന്നെ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ആ സൈഡ് എനിക്ക് തോന്നുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒക്കെ വരുന്ന ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു. കാരണം അവിടെ പട്ടാളക്കാരെയൊക്കെ കാണാൻ നമുക്ക്. ഈ ആകെ വളരെ ചെറിയൊരു ബീച്ചാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാട്ടിയ ആ ബീച്ചില്ലേ, വളരെ ചെറിയ, എനിക്ക് തോന്നുന്നു
വളരെ ചെറിയ ബീച്ച്, ആ ബീച്ച് മാത്രമേ ആയിരിക്കുള്ളൂ. പക്ഷെ ഭയങ്കര രസമാണ്. അതിലേക്കുള്ള വഴിയൊക്കെ നോക്കിയാൽ നമ്മൾ ആ അറ്റത്താണ് നിന്ന് മീൻ പിടിച്ചതൊക്കെ. അവിടെ ആൾക്കാർ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെയാണ് ആൾക്കാർ മീൻ പിടിച്ചത്. ദൂരെ കാണാൻ പറ്റും LNG ടെർമിനലിൻ്റെ വെള്ളം വരുന്ന ഏരിയ. ഇത് മൊത്തം അവരുടെ ഏരിയ ആണ്. നോക്കിയേ, വെള്ളം കെട്ടിക്കിടക്കുന്നതും ഇതൊക്കെ ഇട്ട് ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ല. ഒരു കപ്പൽ പോണത് നോക്കി, അങ്ങനെ അവരുടെ ഏരിയയാണ് ശരിക്കും. നമ്മൾ നേരത്തെ നിന്നൊരു സ്ഥലം അങ്ങ് ദൂരെ കാണാം, കണ്ടോ? തിരിച്ച് നമ്മുടെ കണ്ടെയ്നർ ലോറികളൊക്കെ കിടക്കണം നോക്കിയേ. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് വഴി തന്നെ ഇറങ്ങി. ലിഫ്റ്റിൽ അടിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോണ പോലെ അല്ല, തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ. ചെറിയ ഇടുങ്ങിയ ലിഫ്റ്റാണ്, പക്ഷെ അടിപൊളി ലിഫ്റ്റാണ്.